വിജയം വാരിച്ചവനേ, മിഴിനീരൊഴുക്കിയങ്ങേ കുരിശിന്റെ വഴിയെ വരുന്നു ഞങ്ങൾ. ലോകൈകനാഥാൻ ശിഷ്യനായി തീരുവാൻ ആശിപ്പോനെന്നുമെന്നും കുരിശു വഹിച്ചു നീ കാൽപ്പാടു പിഞ്ചല്ല കൽപ്പിച്ച നായക. നിന്ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. നിന്ദിവ്യരക്തത്താലൻ പാപമാലിന്യം കഴുകേണമേ ലോകനാഥ. ചേട്ടാ പ്രാരംഭ പ്രാർത്ഥന. കാരുണ്യവാനായ ദൈവമേ, ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. കുരിശു വഴിയായി ഞങ്ങളെ രക്ഷിച്ച അങ്ങയെ പ്രിയപുത്രനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഈ കുരിശ് യാത്രയിൽ ഞങ്ങൾക്കും അങ്ങയെ പ്രിയപുത്രനെ വിശ്വസ്തയോടെ അനുഗമിക്കണം. അതിനാൽ ഈശോയുടെ പീഡാനുഭവത്തെ ധ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടിയുള്ള അങ്ങയുടെ രക്ഷണീയ കർമ്മത്തിൽ പൂർണ്ണമായ അറിവോടും സമ്മതത്തോടും കൂടെ പങ്കുചേരാൻ ഞങ്ങളെ സഹായിക്കണമേ. കുരിശിന്റെ വഴി കഴിക്കുന്നവർക്ക് നൽകപ്പെട്ടിട്ടുള്ള ദണ്ഡവിമോചനങ്ങൾ ലഭിക്കുന്നതിന് കൃപ ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മറിയമേ, കാരുണ്യനാഥേ, ഈശോയോടെന്നും വിശ്വസ്തയായിരുന്നവളെ, നിന്റെ പ്രിയപുത്രന്റെ ദുഃഖകരമായ കാൽപ്പാടുകളിലൂടെ യാത്ര ചെയ്യുന്നതിന് നിന്റെ പുത്രന്റെ പക്കൽ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒന്നാം സ്ഥലം, ഈശോമിശിഹ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. തിരുവനന്തപുരം ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേകമാം ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രധാന പുരോഹിതന്മാരും ന്യായാധിപസംഘം മുഴുവനും യേശുവിനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കേണ്ടതിന് അവനെതിരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. പല കള്ളസാക്ഷികൾ വന്നെങ്കിലും അവർക്ക് സാക്ഷ്യമൊന്നും കിട്ടിയില്ല. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരണത്തിന് വിധിക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ വണങ്ങി ആരാധിക്കുന്നു. എല്ലാ മാനുഷിക വിലയിരുത്തലുകളെയും എങ്ങനെ സ്വീകരിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കണമേ. അന്യായമായി ആരെയും വിധിക്കാതിരിക്കാനും കഠിന വിധിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിലും പതിപ്പിച്ചുറപ്പിക്കണമേ. രണ്ടാം സ്ഥലം, ഈശോമിശിഹ കുരിശു ചുമക്കുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കൊല്ലം ജില്ലയിലുള്ള മുഴുവൻ ജനത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മുൾക്കിരീടവും ചുമന്ന മേലങ്കിയും ധരിച്ച യേശു പുറത്തേക്ക് വന്നു. അപ്പോൾ പീലാത്തോസ് അവരോട് പറഞ്ഞു, ഇതാ മനുഷ്യൻ. അവനെ കണ്ടപ്പോൾ പുരോഹിത പ്രമുഖന്മാരും സേവകരും വിളിച്ചു പറഞ്ഞു, അവനെ ക്രൂശിക്കുക, അവനെ ക്രൂശിക്കുക. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ഭാരമേറിയ ശ്രീവാവരം ചുമന്നുകൊണ്ട് പോകുന്നതിന്മേൽ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഈ ലോകത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന കഷ്ടപ്പാടുകളും രോഗങ്ങളും സഹനങ്ങളും ക്ഷമയോടുകൂടെ സഹിച്ച് അങ്ങയെ അനുഗമിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. മൂന്നാം സ്ഥലം, ഈശോമിശിഹ ഒന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പത്തനംതിട്ടയിലുള്ള മുഴുവൻ ജനത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആടുകളെ പോലെ നാം വഴിതെറ്റിപ്പോയി. നാം ഓരോരുത്തരും സ്വന്തം വഴിക്ക് പോയി. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി അതിക്രമങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശും കൊണ്ട് വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും നിസ്സാരവും ബോധപൂർവമായ
അവിശ്വസ്തതയിലും പാവങ്ങളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. നാലാം സ്ഥലം ഈശോമിശിഹ തന്റെ പരിശുദ്ധ മാതാവിനെ കാണുന്നു. ഈശോമിശിഹായെ, അങ്ങയെ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ആലപ്പുഴ ജില്ലയിലുള്ള മുഴുവൻ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇവൻ ഇസ്രയേലിലെ പലരുടെയും വീഴ്ചയ്ക്കും ഉയർച്ചയ്ക്കും കാരണമാകും. ഇവൻ വിവാദ വിഷയമായ അടയാളമായിരിക്കും. അങ്ങനെ അനേകരുടെ വിചാരങ്ങൾ വെളിപ്പെടും. നിന്റെ ഹൃദയത്തിലൂടെ ഒരു വാൾ തുളച്ചു കയറുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, പരിശുദ്ധ മാതാവ് അങ്ങെതിരെ വരുന്നതിനെ കണ്ട് പറഞ്ഞൊപ്പിക്കാനാകാത്ത ദുഃഖസങ്കടങ്ങൾ അനുഭവിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ പ്രിയപുത്രന്റെ കുരിശ് യാത്രയിൽ കൂടെ നിന്നതുപോലെ ഞങ്ങളുടെ സഹന നിമിഷങ്ങളിലും പ്രത്യേകിച്ച് മരണനേരത്തും ചേർന്ന് നിൽക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. അഞ്ചാം സ്ഥലം ശിമിയോൻ ഈശോയെ സഹായിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോട്ടയം ജില്ലയിലെ മുഴുവൻ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവർ അവനെ കൊണ്ടുപോകുമ്പോൾ ആ വഴിയിൽ ശിമിയോൻ എന്ന ഒരു കിരേനക്കാരനെ പിടിച്ചു നിർത്തി കുരിശ് ചുമലിൽ വെച്ച് യേശുവിന്റെ പുറകെ ചുമന്നുകൊണ്ടുവരുവാൻ നിർബന്ധിച്ചു. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ കുരിശ് ചുമക്കുന്നതിന് ശിമിയോൻ എന്ന മഹാത്മാവ് സഹായിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ചിന്തയും വാക്കുകളും പ്രവൃത്തിയും പൂർണ്ണമായും നിന്നോടുള്ള സ്നേഹത്തെ പ്രതിയാകട്ടെ. ഞങ്ങളുടെ കുരിശുകളായ ദുഃഖസങ്കടങ്ങളെ നല്ല മനസ്സോടുകൂടെ സ്വീകരിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ആറാം സ്ഥലം വെറോനിക്ക മിശിഹായുടെ തിരുമുഖം തുടയ്ക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. ഇടുക്കി ജില്ലയിലെ മുഴുവൻ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ മനുഷ്യരാൽ നിന്ദിക്കപ്പെടുകയും ഉപേക്ഷിക്കപ്പെടുകയും ചെയ്തു. അവൻ വേദനയും ദുഃഖവും നിറഞ്ഞവനായിരുന്നു. അവനെ കണ്ടവർ മുഖം തിരിച്ചു കളഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, വെറോനിക്ക അങ്ങയെ തിരുമുഖം തുടയ്ക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഗുരുനാഥ, ഞങ്ങളുടെ കണ്ണുകളും കരങ്ങളും അധരങ്ങളും ഹൃദയവും എപ്പോഴും കരുണാർത്ഥമായിരിക്കാൻ കൃപ ചെയ്യണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഏഴാം സ്ഥലം ഈശോമിശിഹ രണ്ടാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. എറണാകുളം ജില്ലയിലെ മുഴുവൻ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നിന്ദിക്കപ്പെട്ടു, നാം അവരെ ബഹുമാനിച്ചതുമില്ല. നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത്, നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത്. എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് രണ്ടാമതും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ ഇനിമേൽ യാതൊരു പാപത്തിലും വീഴാതിരിക്കാൻ കൃപ ചെയ്യണമേ. ഞങ്ങൾ പാപത്തിൽ വീണുപോയാൽ ഉടനെ തന്നെ എഴുന്നേൽക്കുവാനും നിന്റെ കാരുണ്യത്തെ മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ശക്തി നൽകണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. എട്ടാം സ്ഥലം ഈശോമിശിഹ ഓസ്ട്രിയൻ നഗരിയിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ രക്ഷിച്ചു. തൃശൂർ ജില്ലയിലെ മുഴുവൻ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജെറുസലേം പുത്രിമാരെ, എന്നെ പ്രതി നിങ്ങൾ കരയേണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും പ്രതി കരയുവിൻ. കാരുണ്യവാനായ ഈശോയെ, അങ്ങയെ നോക്കി കരയുന്ന ഓസ്ട്രിയൻ പട്ടണത്തിലെ സ്ത്രീകളെ ആശ്വസിപ്പിക്കുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. വിശുദ്ധ മാമോദീസായിക്കും വിശ്വാസത്തിന്റെ കൃപയ്ക്കും ഞങ്ങൾ അങ്ങയോട് നന്ദി പറയുന്നു. ഞങ്ങൾ ചെയ്തു പോയ പാവങ്ങളെക്കുറിച്ച് എപ്പോഴും മനസ്താവപ്പെട്ട് കരയുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. ഒൻപതാം സ്ഥലം ഈശോമിശിഹ മൂന്നാം പ്രാവശ്യം വീഴുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. പാലക്കാട് ജില്ലയിലെ മുഴുവൻ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അവനൊരു അതിക്രമവും ചെയ്തില്ല, അവന്റെ വായിൽ നിന്ന് വഞ്ചന പുറപ്പെട്ടതുമില്ല. അവന് ക്ഷതമേൽക്കണമെന്നത് കർത്താവിന്റെ ഹിതമായിരുന്നു. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. പാപപരിഹാര ബലിയായി തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറ്റുകയും ചെയ്യും. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ ശ്ലീവാമരത്തിന്മേൽ കീഴെ വീണ്ടും വീഴുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ദൈവമേ, എനിക്ക് സ്വന്തമായിട്ടുള്ളതെല്ലാം സമ്പൂർണമായി നിനക്ക് നൽകുന്നു. ചാവുദോഷത്തോടുകൂടി മരിച്ച് നിത്യനരകത്തിൽ വീഴാതിരിക്കുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 10-ാം സ്ഥലം, ദൈവരക്ഷകന്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. മലപ്പുറം ജില്ലയിലെ മുഴുവൻ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എൻ്റെ അങ്കിക്ക് വേണ്ടി അവർ കുറിയിട്ടു എന്ന തിരുവെഴുത്ത് പൂർത്തിയാകാൻ വേണ്ടിയാണ് പടയാളികൾ ഇപ്രകാരം ചെയ്തത്. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുവസ്ത്രങ്ങൾ ഒഴിഞ്ഞെടുത്തത് കയ്പുനീര് കുടിപ്പിച്ചതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. സകലത്തിലും ദൈവ തിരുമനസ്സിന് കീഴ്വഴങ്ങിയ ഈശോയുടെ ഹൃദയമേ, ഞങ്ങളുടെ ഹൃദയം അങ്ങേ ഹൃദയം പോലെ ആക്കണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദൈവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 11-ാം സ്ഥലം, ഈശോമിശിഹ കുരിശിൽ തറയ്ക്കപ്പെടുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കോഴിക്കോട് ജില്ലയിലെ മുഴുവൻ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തലയോടിടം എന്നർത്ഥമുള്ള ഗോൽഗോഥായിൽ അവർ അവനെ കൊണ്ടുവന്നു. അവർ അവനെ കുരിശിൽ തറച്ചപ്പോൾ 3-ാം മണിക്കൂറായിരുന്നു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് ശ്ലീവാമരത്തിന്മേൽ തറയ്ക്കപ്പെടുന്നതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഏറ്റവും പരിശുദ്ധ സ്നേഹമേ, നിന്റെ സ്നേഹത്തിന്റെ നിറവിൽ ഞങ്ങളുടെ ഹൃദയം ഭരിക്കണമേ. ഈ ലോക സന്തോഷങ്ങളെല്ലാം വെറുത്തുപേക്ഷിച്ച് പരലോക ഭാഗ്യത്തെ മാത്രം തേടുവാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തരണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ എന്റെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 12-ാം സ്ഥലം, ഈശോമിശിഹ കുരിശിന്മേൽ തൂങ്ങി മരിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. വയനാട് ജില്ലയിലെ മുഴുവൻ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശു ഉച്ചത്തിൽ നിലവിളിച്ചു പറഞ്ഞു, പിതാവേ, അങ്ങയുടെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു. ഇത് പറഞ്ഞ് അവൻ ജീവൻ വെടിഞ്ഞു. കാരുണ്യവാനായ ഈശോയെ, അങ്ങ് കുരിശുമരത്തിന്മേൽ മരിക്കുന്നതിനെ ഞങ്ങൾ ധ്യാനിച്ച് അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു. ഞങ്ങളുടെ രക്ഷക, നിന്റെ ഹൃദയത്തിന്റെ അഗാധതയിൽ ഞങ്ങളെ മറയ്ക്കണമേ. അങ്ങയെ മാത്രം സ്നേഹിച്ചും ദൈവേഷ്ട പ്രസാദത്തോടുകൂടെ മരിച്ച് മോക്ഷത്തിൽ അങ്ങയോടുകൂടെ ഒന്നിച്ചിരിപ്പിക്കാൻ ഞങ്ങൾക്ക് കൃപ ചെയ്തിരണമേ. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 13-ാം സ്ഥലം, ഈശോമിശിഹായുടെ മൃതദേഹം മാതാവിന്റെ മടിയിൽ കിടത്തുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കണ്ണൂർ ജില്ലയിലെ മുഴുവൻ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അരിമത്യാക്കാരൻ ജോസഫ് യേശുവിന്റെ ശരീരം എടുത്തു മാറ്റാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവാദം നൽകി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം സ്ലീവായിൽ നിന്നിറക്കി അങ്ങേ വ്യാകുല മാതാവിന്റെ മടിയിൽ കിടത്തിയതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. നിന്റെ കാരുണ്യത്തിലുള്ള ഞങ്ങളുടെ പ്രത്യാശ അനുദിനം വർദ്ധിപ്പിക്കണമേ. അതുവഴി ഞങ്ങളുടെ ഹൃദയങ്ങളിൽ അങ്ങേ തിരുമുറിവുകളും പരിശുദ്ധ മാതാവിന്റെ വ്യാകുലതകളും പതിപ്പിച്ചരണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. 14-ാം സ്ഥലം, ഈശോമിശിഹായുടെ മൃതദേഹം കല്ലറയിൽ സംസ്കരിക്കുന്നു. ഈശോമിശിഹായെ, ഞങ്ങൾ അങ്ങയെ കുമ്പിട്ട് ആരാധിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. കാസർഗോഡ് ജില്ലയിലെ മുഴുവൻ ജനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം.
ജോസഫ് ശരീരമെടുത്ത് ശുചിയായ ഒരു തുണിയിൽ പൊതിഞ്ഞ് പാറയിൽ വെട്ടിയുണ്ടാക്കിയ തൻ്റെ പുതിയ കല്ലറയിൽ സംസ്കരിച്ചു. കല്ലറയുടെ വാതുക്കൽ ഒരു വലിയ കല്ലുരുട്ടി വെച്ചിട്ട് അവൻ പോയി. കാരുണ്യവാനായ ഈശോയെ, അങ്ങേ തിരുശരീരം കല്ലറയിൽ അടയ്ക്കപ്പെട്ടതിനെ ധ്യാനിച്ച് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങൾ മരണത്തോളം അങ്ങയെ സ്നേഹിച്ച് ഞങ്ങളെ പരമേൽപ്പിച്ചിരിക്കുന്ന ഒരാത്മാവിനെ പോലും നഷ്ടപ്പെടുത്തി കളയാതെ നിത്യഭാഗ്യം പ്രാപിക്കാൻ ഞങ്ങൾക്ക് മനോഗുണം ചെയ്തരണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ ദേവമാതാവേ, ക്രൂശിതനായ കർത്താവിന്റെ തിരുമുറിവുകൾ ഞങ്ങളുടെ ഹൃദയത്തിൽ പതിപ്പിച്ചുറപ്പിക്കണമേ. സമാപന പ്രാർത്ഥന. നീതിമാനായ പിതാവേ, അങ്ങയെ രഞ്ജിപ്പിക്കുവാൻ സ്വയം ബലിവസ്തുവായി തീർന്ന പ്രിയപുത്രനെ തൃക്കൺ പാർക്കണമേ. ഞങ്ങൾക്ക് വേണ്ടി മരണം വരിച്ച അങ്ങേ പുത്രനെ സ്വീകരിച്ചുകൊണ്ട് ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കുകയും അങ്ങയോട് രമ്യപ്പെടുകയും ചെയ്യണമേ. അങ്ങേ തിരുക്കുമാരൻ ഗാഗുൽത്തായിൽ ചിന്തിയ തിരുരക്തം ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ തിരുരക്തത്തെ ഓർത്ത് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. ഞങ്ങളുടെ പാപം വലുതാണെന്ന് ഞങ്ങൾ അറിയുന്നു. എന്നാൽ അങ്ങേ കാരുണ്യം അതിനേക്കാൾ വലുതാണല്ലോ. ഞങ്ങളുടെ പാപങ്ങൾ കണക്കിലെടുക്കുമ്പോൾ അവയ്ക്ക് വേണ്ടിയുള്ള ഈ പരിഹാര ബലിയും ഗൗനിക്കണമേ. ഞങ്ങളുടെ പാവങ്ങൾ നിമിത്തം അങ്ങയെ പ്രിയപുത്രൻ ആണികളാൽ തറയ്ക്കപ്പെടുകയും കുന്തത്താൽ കുത്തപ്പെടുകയും ചെയ്തു. അങ്ങയെ പ്രസാദിപ്പിക്കുവാൻ അവിടുത്തെ പീഡകൾ ധാരാളം മതിയല്ലോ. തൻ്റെ പുത്രനെ ഞങ്ങൾക്ക് നൽകിയ പിതാവിന് സ്തുതിയും കുരിശുമരണത്താൽ ഞങ്ങളെ രക്ഷിച്ച പുത്രൻ ആരാധനയും രക്ഷണീയ കൃത്യം പൂർത്തിയാക്കിയ പരിശുദ്ധാത്മാവിന് സ്വസ്ത്രവും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലേതുപോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം നീ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീ, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണനേരത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. ജിയോചേട്ടൻ്റെ മൈക്ക് ഓണാക്കണേ. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾക്കൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. വനത്തിലൂടാനയിച്ചു ഞാൻ അന്നമായി വിൺമന്ന തന്നില്ലേ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. ഗാഗുൽത്താമലയിൽ നിന്നും വിലാപത്തിൻ മാറ്റൊലി കേൾക്കൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. കടലന്നു കരയാക്കി ഞാൻ ഭയം നിങ്ങൾക്കകറ്റിയില്ലേ. അതിനെല്ലാം നന്ദിയായി നിങ്ങൾ കുരിശല്ലോ നൽകിടുന്നീപ്പോ. ഗാഗുൽത്താമലയിൽ നിന്ന് വിലാപത്തിൻ മാറ്റൊലി കേൾക്കൂ. ഏവമെന്നെ ക്രൂശിലേറ്റുവാൻ അപരാധമെന്തു ഞാൻ ചെയ്തു. കർത്താവ് വിശ്വസിയായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെ തീർത്ഥയാത്രയുടെ 23-ാമത്തെ ദിവസത്തിലേക്കാണ്
നാം പ്രവേശിച്ചിരിക്കുന്നത്. ഇന്ന് നമ്മോട് ദൈവവചനം പങ്കുവെച്ചിരുന്നത് ബോണി ചെല്ലാനമാണ്. കൊച്ചിയിലുള്ള ചെല്ലാനത്തുള്ള ബോണി ആണ് നമ്മോട് ദൈവവചനം പങ്കുവെക്കുന്നത്. വർഷങ്ങളായി ജീവിതം മുഴുവൻ പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ മേഖലകളിൽ ദൈവരാജ്യ ശുശ്രൂഷയ്ക്കായിട്ട് ഏർപ്പെട്ടിരിക്കുന്ന, കുഞ്ഞുങ്ങളെ മുഴുവൻ ദൈവരാജ്യ അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ അക്ഷീണം പ്രയത്നിക്കുന്ന, ജീവിതത്തിൻ്റെ തിരക്കിനിടയിലും ഒക്കെ അതിനുവേണ്ടി സമയം കണ്ടെത്തുന്ന ബോണിച്ചനെ പ്രത്യേകമായിട്ട് സ്നേഹത്തോടെ ഹോളി ഹോം മിനിസ്ട്രിയുടെ പേരിൽ സ്വാഗതം ചെയ്യുന്നു. ബോണിച്ചേട്ടാ, താങ്ക് യു. ഈശോ മിശിഹായി സ്തുതിയായിരിക്കട്ടെ. വിചാരിക്കട്ടെ. എല്ലാവർക്കും കേൾക്കാലോ അല്ലെ? കേൾക്കാൻ കാണാം. നമ്മൾ ഇന്ന് ഈ ഒരു തീർത്ഥയാത്രയിൽ നമ്മൾ ധ്യാനിക്കുന്ന തിരുവചന ഭാഗം നമുക്ക് എല്ലാവർക്കും അറിയാം. യോഹന്നാന്റെ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിലെ 16-ാമത്തെ വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 3 തവണ ഈശോ ചോദിക്കുന്നുണ്ട് ശിമയോൻ പത്രോസിനോട്, നീ എന്നെ സ്നേഹിക്കുന്നോ? അപ്പൊ 3 തവണ തള്ളി പറഞ്ഞത് കൊണ്ട് ആ ശിഷ്യനെ കൊണ്ട് 3 തവണ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് കൂടുതൽ സ്നേഹം ഉറപ്പിക്കുക എന്നുള്ള രീതിയിൽ നമ്മൾ അതിനെ അനായാസമായിട്ട് വ്യാഖ്യാനിച്ച് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. പക്ഷെ അതിനേക്കാൾ അപ്പുറത്ത് കുറച്ചുകൂടി ആഴത്തിൽ നമ്മൾ ധ്യാനിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നൊരു കാര്യം, ശിഷ്യനോടുള്ള ഏറ്റവും അവസാനത്തെ ചോദ്യമാണ് ഈ 3 ചോദ്യം. അപ്പോ ആദ്യം ചോദിക്കുന്നത്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്നാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ശിഷ്യന്റെ സ്നേഹം ഗുരുവിനെ കേന്ദ്രീകരിച്ചുള്ള സ്നേഹമായിരിക്കും. ഗുരുവിലൂടെ മാത്രമാണ് മറ്റുള്ളവരെ സ്നേഹിക്കേണ്ടത്. അപ്പൊ ഗുരുവിലൂടെ വേണം ശിഷ്യൻ മറ്റുള്ളവരുടെ അടുത്തേക്ക് ചെല്ലാനും മറ്റുള്ളവരെ സ്നേഹിക്കാനും എന്ന് ഗുരുവിന് നിർബന്ധമുണ്ട്. എല്ലാവരെയും ഗുരുവിൽ കാണാനായിട്ട് ശിഷ്യന് കഴിയണം. എല്ലാവരിലും ആ ഗുരു ഉണ്ട് എന്നുള്ള ബോധ്യത്തിലേക്ക് വരാൻ കഴിയും. അപ്പോഴാണ് നമ്മൾ വിശുദ്ധരായി തീരുന്ന തലത്തിലേക്ക് വളരുന്നത്. അതാണ് ശരിക്കും ഹോളിനെസ്. എന്നിൽ ദൈവത്തെ കാണുന്നു, മറ്റുള്ളവരിൽ ദൈവത്തെ കാണുന്നു, ഏറ്റവും ഉന്നതമായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നു. അതാണ് വിശുദ്ധി. അവിടെയാണ് ഈ ബ്രഹ്മചര്യമൊക്കെ, ബ്രഹ്മത്തിൽ ചരിക്കുന്നു, ദൈവത്തിൽ മാത്രം ശ്രദ്ധിച്ച് ജീവിക്കുന്ന ഒരു ശിഷ്യൻ ഉണ്ടാകുന്ന അവിടെയാണ്. നമ്മളിൽ നിന്നും ഈ ഒരു തീർത്ഥയാത്രയും ഈ നോൻപും ഈ ഉപവാസവും ഒക്കെ എടുക്കുന്ന സമയത്ത് ഈശോ നമ്മളോട് ഈ ചോദ്യം ചോദിക്കുന്നുണ്ട്, ഇവയേക്കാൾ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുവെന്ന്. അപ്പോ ആ ചോദ്യം നമ്മളോടും ചോദിക്കുകയാണ്. നമ്മളാണ് മറുപടി പറയേണ്ടത്. എൻ്റെ സ്നേഹം ഗുരുവിനെ കേന്ദ്രീകരിച്ചാണോ, ഗുരുവിലൂടെയാണോ ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് എന്ന ഒരു ചോദ്യം മനസ്സിൽ തങ്ങി നിൽക്കട്ടെ. രണ്ടാമതും നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പത്രോസിന്റെ ആ തീരത്തുള്ള മീൻവലയും വഞ്ചിയും എല്ലാം ഈശോ ഗുരു നോക്കുന്നുണ്ട്. അപ്പൊ ഇവയേക്കാൾ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ഈശോ ചോദിക്കുമ്പോ, നിനക്കുള്ളവയേക്കാളേറെ എന്നെ സ്നേഹിക്കണമെന്നാണ് ഗുരു ശിഷ്യനോട് പറയുന്നത്. രണ്ടാമത്തതില് നിനക്ക് എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഞാൻ തന്നതാണ്, അതിനും മേലെ ആയിരിക്കണം നിന്റെ സ്നേഹം എന്ന് ഗുരു ശിഷ്യനെ ബോധിപ്പിക്കുകയാണ്. മൂന്നാമതും ഈ ചോദ്യം ചോദിക്കുമ്പോ ഗുരു ശിഷ്യന്റെ കണ്ണുകളിലേക്ക് നോക്കിയാണ് ചോദിക്കുന്നത്. നീ കൂടെ ഇല്ലെങ്കിലും എനിക്ക് മീൻ പിടിക്കാനാവും എന്നൊരു വ്യർത്ഥ ചിന്ത ശിഷ്യന്റെ ഹൃദയത്തിലുണ്ട്. ആ ചിന്തയുള്ള ഹൃദയത്തിലേക്കാണ് ആ നോട്ടം. നീ ഇല്ലെങ്കിലും എനിക്ക് അത്യാവശ്യം മീനൊക്കെ പിടിച്ച് ജീവിക്കാൻ പറ്റും എന്ന് ചില സമയത്തെങ്കിലും നമുക്ക് തോന്നിപ്പോകും. ആ ചിന്തയിലേക്ക് നോക്കിക്കൊണ്ടാണ് നീ അതിനേക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ഗുരു ചോദിക്കുന്നു. അപ്പൊ നിന്റെ ആലോചനകളും നിന്റെ ചില ഇഷ്ടങ്ങളും നിന്റെ ചില ആഗ്രഹങ്ങൾക്ക് മേലെ
എന്നെ സ്നേഹിക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അതാണ് ഈ തീർത്ഥയാത്രയിലെ ഈശോയുടെ ചോദ്യം. അപ്പൊ ചുരുക്കത്തില് ഈ 3 ചോദ്യങ്ങളും ഒരു പരിപൂർണമായ സമർപ്പണത്തിലേക്കുള്ള ക്ഷണമാണ്. അത്തരത്തിലൊരു സമർപ്പണം നടന്നാലാണല്ലോ ഈ നോൻപിനൊക്കെ അർത്ഥം ഉണ്ടാകുന്നത്. നമുക്ക് പരിപൂർണമായ ഒരു സമർപ്പണത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഈ 3 ചോദ്യങ്ങളും സമർപ്പണത്തിലേക്ക് ഉള്ള വിളിയാണെന്ന് മനസ്സിലാക്കിയ ശിഷ്യൻ തിരിച്ചു പറയുന്ന മറുപടിയാണ് നമ്മുടെ ഇന്നത്തെ ധ്യാന ചിന്ത. കർത്താവേ, നീ എല്ലാം അറിയുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നു. നിനക്കെല്ലാം അറിയാം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നിനക്കറിയാം. ആ ഉത്തരം ശിഷ്യന്റെ നാവിൽ നിന്ന് വന്നപ്പോഴാണ് നീ എന്നെ അനുഗമിക്കുക എന്നുള്ള വലിയ ആഹ്വാനം ഗുരു നൽകുന്നത്. ഇതുള്ളവരെ എന്റെ ബാറ്ററി ഒന്ന് ലോ ആയി, ഞാൻ ഒന്ന് ചാർജ് ചെയ്തോട്ടെ കേട്ടോ. സോറി, നമ്മൾ കൺക്ലൂഡ് ചെയ്യാണ്. നീ എല്ലാം അറിയുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നീ അറിയുന്നു എന്ന ശിഷ്യന്റെ നാവിൽ നിന്ന് നിഷ്കളങ്കമായി കണ്ണീരോടെ പറയുമ്പോഴാണ് ഗുരുവിന്റെ ആഹ്വാനം, നീ എന്നെ അനുഗമിക്കും. ഈ 3 ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി കഴിയുമ്പോഴാണ് ഒരു ശിഷ്യൻ ശിഷ്യനാകുക. അപ്പോഴാണ് ഗുരുവിന്റെ പിന്നാലെ നടക്കാൻ ഉണ്ടാകുക. അപ്പോൾ ഉള്ളിലെ ഗുരുവിനെ കേന്ദ്രീകരിച്ച് മാത്രം സ്നേഹിക്കുക. ആ സ്നേഹമായിരിക്കണം മറ്റുള്ളവരെ സ്നേഹിക്കാൻ പ്രേരിപ്പിക്കേണ്ടത്. രണ്ടാമത്, നിനക്കുള്ളതിനേക്കാളൊക്കെ അധികമായി നീ സ്നേഹിക്കണം. മൂന്നാമത്, നിന്റെ ഇഷ്ടങ്ങൾക്കും നിന്റെ ആലോചനകൾക്കും അപ്പുറത്ത് നിനക്ക് സ്നേഹിക്കാനാവണം. ഈ ഒരു സമർപ്പണം നടന്നു കഴിയുമ്പോഴാണ് ശിഷ്യന് പറയാൻ പറ്റുന്നത്, അങ്ങെല്ലാം അറിയുന്നു, ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു എന്നും അറിയുന്നു. അപ്പോഴാണ് ഗുരു പറയുന്നത്, നീ എന്നെ അനുഗമിക്കുക. ഇനി എത്ര നാള് ജീവിക്കുമെന്ന് അറിയില്ല നമുക്ക്. അവസാന ശ്വാസം വരെയും അവന്റെ കൈ പിടിച്ച് നടക്കാനായിട്ട്, നീ എല്ലാം അറിയുന്നല്ലോ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു നീ അറിയുന്നല്ലോ എന്ന് പറയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. സ്നേഹിക്കുന്നവന് മാത്രമേ അനുഗമിക്കാനാവൂ, അല്ലെങ്കിൽ ആ അനുഗമനം വെറുതെയായി. സ്നേഹമുള്ള ഒരു ശിഷ്യനാവാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ. ആമേൻ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് തീർത്ഥയാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് മോണിച്ചേട്ടനാണ്. എങ്ങനെ ഒരു നല്ല ക്രൈസ്തവ ശിഷ്യനാകാം എന്ന് നമ്മെ മോണിച്ചേട്ടൻ ഇന്നത്തെ ആ ചെറിയ ടോക്കിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയായിരുന്നു. നമുക്ക് മോണിച്ചേട്ടന് പ്രത്യേകം നന്ദി പറയാം. ഈ നിമിഷങ്ങളിൽ നമുക്ക് മോണിച്ചേട്ടനെയും കുടുംബത്തെയും അദ്ദേഹത്തിന്റെ ശുശ്രൂഷാ മേഖലകളെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും ദൈവകരങ്ങളിലേക്കൊന്ന് കൊടുക്കാം. ഒരു നിമിഷം നമുക്ക് ഈ സഹോദരനെ ദൈവകരങ്ങളിൽ കൊടുത്ത് ദൈവം കൊടുത്തിരിക്കുന്ന അനുഗ്രഹങ്ങൾ, കൃപകൾ കൂടുതൽ സമൃദ്ധമായി ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയ്ക്കായി ഉപയോഗിക്കാനുള്ള അഭിഷേകത്താൽ നിറയുന്നതിനും ശക്തിപ്പെടുന്നതിനും കൂടുതൽ മക്കളെ ദൈവരാജ്യത്തിന് വേണ്ടി നേടുന്ന ഒരു വലിയ കർത്തൃ ശിഷ്യനായി മാറുന്നതിനുമൊക്കെയുള്ള അഭിഷേകത്തിന് വേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഇതുവരെ കഴിഞ്ഞു പോയ ശുശ്രൂഷകളെ എല്ലാം നമുക്കിപ്പോൾ ഓർക്കാം. ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുത്തവരെ ഓരോരുത്തരെയും ഇപ്പോൾ യേശുവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. വരും ദിവസങ്ങളിലെ ശുശ്രൂഷകളെ നമുക്കിപ്പോൾ യേശുവിന്റെ കരങ്ങളിൽ കൊടുക്കാം. ആ ശുശ്രൂഷയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട വ്യക്തികളെ, അവരുടെ ജീവിതത്തെ, ആ ശുശ്രൂഷ ദിവസങ്ങളെ എല്ലാം ഈശോയുടെ കരങ്ങളിൽ കൊടുക്കാം. ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്ന വ്യക്തികൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ വിധത്തില് വചനം വ്യാഖ്യാനിക്കപ്പെടുവാൻ, അഭിഷേകമായി തീരുവാനൊക്കെ നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് ഒന്നു ചേർന്ന്
ദൈവത്തെ ഒന്ന് സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തുതിക്കുന്നു. കർത്താവായ യേശുവേ, ഇന്നത്തെ കൂട്ടായ്മയിൽ കടന്നു വന്നിരിക്കുന്ന ഓരോ വ്യക്തികളെയും ഞങ്ങള് വ്യക്തിപരമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. ഈശോയെ, അവരുടെ ആവശ്യങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഉയർത്തുന്നു. അവരുടെ നിയോഗങ്ങളെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അവരുടെ കുടുംബജീവിതത്തെ, ജീവിത സാഹചര്യങ്ങളെ എല്ലാം സമർപ്പിക്കുന്നു. അവരായിരിക്കുന്ന മേഖലകളെ സമർപ്പിക്കുന്നു. അവരുടെ ജോലി മേഖലകളെ, അവരുടെ അധ്വാനങ്ങളെ, അവരുടെ പ്രവർത്തനങ്ങളെ എല്ലാം കർത്താവെ ഇപ്പോൾ നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാറ്റിനും ഉപരിയായി കർത്താവെ, അങ്ങയുടെ ആത്മാവിന്റെ അഭിഷേകം അവരുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിത്യജീവനെ കുറിച്ചുള്ള ആഴമായ ബോധ്യമുണ്ടാകുവാൻ കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിന്റെ വിലയെ അറിഞ്ഞ് അപ്രകാരം ജീവിക്കുന്നവരാകുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓരോ വ്യക്തികളുമായി ഞങ്ങൾ ഓരോരുത്തരെയും അങ്ങ് അനുഗ്രഹിക്കണമേ. നിങ്ങളുടെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണമേ, നിങ്ങളുടെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. നിങ്ങളുടെ ശക്തി, മഹത്വം എല്ലാം കർത്താവെ അങ്ങ് വെളിപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വരദാന ഫലങ്ങളാൽ ഞങ്ങളെ നിറയ്ക്കണമേ. അനേകരെ ക്രിസ്തുവിന് വേണ്ടി നേടുന്ന വലിയ ക്രിസ്തു ശിഷ്യരായി ഞങ്ങളെ രൂപപ്പെടുത്തണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇനിയും കൂടുതൽ തീക്ഷ്ണതയോടെ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നവരെ സഹായിക്കണമേ. ഇനിയും ശുശ്രൂഷയുടെ മേഖലയിലേക്ക് ഇറങ്ങാൻ സാധിക്കാത്തവരെ കർത്താവെ സമയവും സാഹചര്യവും എല്ലാം ഒരുക്കി കൊടുത്ത് കർത്താവെ അങ്ങയുടെ അഭിഷേകം നിറച്ച് അനേകരെ നേടുന്നവരായി അവരെ ഞങ്ങളെ ഓരോരുത്തരെയും രൂപപ്പെടുത്തണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ വയ്ക്കണമേ. നിന്റെ അഭിഷേകത്തെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാറ്റമില്ലാത്ത നല്ല ദൈവമേ, നിന്റെ വാഗ്ദാനം പോലെ നിന്റെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചോദിക്കുന്ന ഏവർക്കും സൗജന്യമായി ലഭിക്കുന്ന അവിടുത്തെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിന് വേണ്ടി ഞങ്ങളിപ്പോൾ ദാഹിക്കുന്നു. കർത്താവെ, ആത്മാവിന്റെ നിറവ് ഞങ്ങൾക്ക് തരയണമേ. വിശുദ്ധ ജീവിതം നയിക്കുവാൻ, ദൈവമക്കളുടെ കൃപയിൽ ജീവിക്കാൻ, ലോകത്തെയും സഭയെയും സ്നേഹിച്ച് ദൈവരാജ്യത്തെ ലക്ഷ്യം വെച്ച് ഓടുന്ന മക്കളായി മാറുവാൻ തക്ക വിധത്തിൽ കർത്താവെ, നിന്റെ അഭിഷേകവും ശക്തിയും കൃപയും ഞങ്ങളുടെ മേൽ പകരണമേ. നിന്റെ ആത്മാവിനെ ഞങ്ങളുടെ മേൽ പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നിന്റെ തിരുരക്തം കൊണ്ട് ഞങ്ങളെ ഓരോരുത്തരെയും, ഞങ്ങളായിരിക്കുന്ന ഭവനത്തെയും അതിന്റെ പരിസരങ്ങളെയും എല്ലാം കഴുകി ശുദ്ധീകരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ സ്തുതി, ദൈവമേ ആരാധന. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട യേശോയെ, ഹോളി ഹോം മിനിസ്ട്രിയെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈ തീർത്ഥയാത്രാ പ്രോഗ്രാമിന് നേതൃത്വം കൊടുക്കുന്ന അതിന്റെ ഓരോ വ്യക്തികളെയും ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു. റിസോഴ്സ് ടീമിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹോളി ഹോം മിനിസ്ട്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വിവിധ ശുശ്രൂഷകളെ ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഓൺലൈൻ പ്രോഗ്രാമുകളെ, ഫിസിക്കൽ കോഴ്സിനെ എല്ലാം ഞങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ മാസത്തിൽ തന്നെ വിവിധ സ്ഥലങ്ങളിലുള്ള ശുശ്രൂഷകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മിഷനിലേക്കുള്ള യാത്രയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. 35ഓളം വ്യക്തികള് അടുത്ത മാസം മിഷനിലേക്ക് കടന്നു പോകുമ്പോൾ കർത്താവെ, അവർ കടന്നു ചെല്ലുന്ന സ്ഥലങ്ങളിലെല്ലാം അനേകരെ ദൈവത്തിന് വേണ്ടി നേടുവാനായിട്ട്, ക്രിസ്തുവിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് ആ യാത്രകൾ സഹായമായി തീരുവാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, കടന്നു ചെല്ലുന്ന വ്യക്തികൾക്ക് ഓരോരുത്തർക്കും അത് വ്യക്തിപരമായ അനുഭവമായി തീരുവാനും, ദൈവസ്നേഹത്തിന്റെ ആഴവും നീളവും വീതിയും ഉയരവും പരപ്പ് മനസ്സിലാക്കുന്നതിനുള്ള ഒരു അഭിഷേകം നിറയുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ശക്തമായ അഭിഷേകം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മിനിസ്ട്രിയുടെ ശുശ്രൂഷകളെ ഏറ്റെടുക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവെ, നിന്റെ സാന്നിധ്യം, നിന്റെ ശക്തി, നിന്റെ കൃപ എല്ലാം പകരണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകമായി ഈ നിമിഷത്തിൽ കർത്താവെ, ഞങ്ങള് അങ്ങയുടെ കരങ്ങളിലേക്ക് ഒരിക്കൽ കൂടി നാളത്തെ ശുശ്രൂഷയെയും അതിന് നേതൃത്വം കൊടുക്കുന്നവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്ക് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം തേടി പാടി പ്രാർത്ഥിച്ച് ശുശ്രൂഷയിലേക്ക് അവസാനത്തിലേക്ക് കടക്കാം. യേശുവിനമ്മേ മാതാവേ, അരുമസുതക്ക് ആലംബമേ, ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ? ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെയല്ലയോ? ഘോര സർപ്പത്തിന്റെ തല തകർക്കാനായി താതന്നയച്ചോരന്നമ്മേ, ഘോര സർപ്പത്തിന്റെ തല തകർക്കാൻ
ചോരന്നമ്മേ അമല മനോഹരി അമ്മയല്ലേ നീ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. അമല മനോഹരി അമ്മയല്ലേ നീ ഇപ്പോഴും എപ്പോഴും പ്രാർത്ഥിക്കണേ. യേശുവിനമ്മേ മാതാവേ അരുമസുതർക്ക് ആലംബമേ ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. ഇരുകൈകൾ നീട്ടി നീ വിളിക്കുന്നത് ഞങ്ങളെ അല്ലയോ. നമുക്ക് വിശുദ്ധ കുരിശിനാൽ നമ്മളെ ഓരോരുത്തരെയും മുദ്രയിട്ട് പ്രാർത്ഥിക്കാം. ഈശ്വരക്ഷിക്ക വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കർത്താവ് ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. വീണ്ടും നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. നമുക്ക് എല്ലാവർക്കും ലിങ്ക് അയച്ച് പ്രാർത്ഥനയോടെ നാളെ നമുക്ക് തീർത്ഥാടനത്തിൽ ഒരുമിച്ച് പങ്കാളികളാം. ഓക്കെ, ബൈ ബൈ, ഗുഡ് നൈറ്റ്.